രംഗം പാഞ്ചാലി വസ്ത്രാക്ഷേപം. പണ്ടമാണുനി അണയ പണ്ടമാണുനി, പണ്ടമാണുനി അണയ പണ്ടമാണുനി, ദാസിയാണു നീ വെറും ദാസിയാണു നീ, ദാസിയാണു നീ വെറും ദാസിയാണു നീ. വിടുകയില്ല വിടുകയില്ല കൊടിയ കുലടയെ, അടിയടിച്ചു പടിയടച്ചു വഴിയിലാക്കിടും ഇവളെ വഴിയിലാക്കിടും. നിന്റെ കിട്ടനോട് പറ വാങ്ങിച്ചു തരാൻ. ഒന്ന് പറ മാഷേ, ഒന്ന് പഠിക്കാമെന്നേ. ഇത്രയും മാറുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാര് സ്ഥിരം ചടനാണ്. സെക്കൻഡ് ഷോ പോയാൽ മതി. മതിയായിരുന്നു. രാമന്റെ തലയിലിട്ട് ഞാൻ അവരടി. രാമല്ലേ കിഷേ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന വഴി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ. கடவுளே, நீ சிவசுப்ரமணியன் கையில இருந்து சம்பளம் வாங்க கூடாது. அவன் கொடுக்கறதுதான் வாங்கணும். அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது.
അറിഞ്ഞോ? എന്നാ ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. நேத்துக்கு ராத்திரி கடவுள் இங்கேயும் வந்தாச்சு. நான் என்ன கண்ணால பார்த்தாச்சு. അതെയോ? ஆமா, ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയുടെ ഭാഗ്യം. நேத்து ராத்திரி நான் கடவுளை பார்த்தபோது உன்னை பாக்குற மாதிரியே இதுடா சுப்பு. நீ பிறந்தப்பவே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு. எனக்கு ஆபீஸுக்கு போக டைம் ஆச்சு, சீக்கிரம் காப்பி எடுங்க. இதோ போறேன் போறேன். ഈശ്വരൻ മമതാച്ചു പോലും. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടലുള്ളമാർക്കേ പറ്റൂ. ശങ്കര, ഒന്ന് സഹായിക്കണം. ഇനി എന്റെ ജോലി സഹായിക്കാൻ ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര, സ്വാമി ആ ലൈറ്റ് കണ്ട ഹൈ, അത് വിൽക്കാനൊക്കല്ലേ ശങ്കര? വിൽക്കാനല്ലേ താൻ അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടുകൂടെ സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിക വാങ്ങിച്ച് പാട്ടയ്ക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ. ഒഴിയട്ട് തരി. നാലെണ്ണെങ്കിൽ നാലെണ്ണ വായു ഗുളിക വാങ്ങിക്കാവല്ലേ. മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഞാൻ എന്തെങ്കിലും മേടിച്ചോ? അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ച് വളർന്നു വരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ഞാൻ നേരത്തെ വരാം. പിന്നെ മുഹൂർത്തം 6 മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ. നാശം പൊട്ടിയില്ല. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ? കേറിക്കോളൂ. വരട്ടെ. അങ്ങനെ തുളച്ചടങ്ങുള്ള മാറുവേ. മൊയിലാളി, മൊയിലാളി. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വരെ അടിക്കും ഞാൻ വായില്. മൊയിലാളി, 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 ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ? അണ്ണൻ വെളിവിട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാർ. അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് ഇപ്പൊ തരും. അണ്ണ വരി, വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ്. എന്റെ മുടിപ്പര അമ്മച്ചാണ്. കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 555.
വലിക്കുന്നതാണ്. അയ്യോ ഇത് വലിക്കണല്ല ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? എന്തര്? കേട്ടോ ശരിയാണോ? എന്തര്? രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങിയെന്ന്. ആ ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ. പെണ്ണ് കയറി കൊളുത്തി പ്രേമം. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. ഡേ കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വെയ് കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റിയില്ല. ഒരു തയ്യക്കാരനുള്ളത് ആര് ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാൾ കൊണ്ട മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാനാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനില്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല. പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ രണ്ടാം ഭാഗം. ഈശ്വര, രോഹിണിക്കിനെ എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ.